ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂകാംബിക മെഡിക്കൽ കോളേജിലാണ് റേഡിയേഷൻ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മൂകാംബിക മെഡിക്കൽ കോളേജിലായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഡെയിലി പോയി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ 2 എൻട്രൻസ് ആണുള്ളത്. ഒരു ദന്തൽ കോളേജിലോട്ടുള്ള എൻട്രൻസും പിന്നെ മെഡിക്കൽ കോളേജ് എൻട്രൻസും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ പുതിയ സ്ഥലമൊക്കെ കാണാനും ഒക്കെ ആയിട്ട്. ഇതിനകത്ത് തന്നെയാണ് ദന്തൽ കോളേജ്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, പിന്നെ ഈ ഹോസ്പിറ്റൽ ബിൽഡിംഗ് എല്ലാം. അപ്പോൾ ഈ കാണുന്നതാണ് ഹോസ്പിറ്റലിൻ്റെ മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഓങ്കോളജി സെക്ഷൻ വരുന്നത്. അപ്പോൾ അവിടെയും സെപ്പറേറ്റ് സെക്യൂരിറ്റിയും ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി, അതായത് CT എടുക്കണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ കാണുന്നതാണ് ക്യാൻസർ സെൻറ്റർ മൂകാംബിക മെഡിക്കൽ കോളേജിൻ്റെ. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ഡെയിലി റേഡിയേഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം CT എടുത്തായിരുന്നു. അതിനുശേഷം പോയിട്ട് റേഡിയേഷൻ എടുത്തിട്ട് വരും. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ റേഡിയേഷന് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റേഡിയേഷൻ ആയത് കാരണം അന്നത്തെ ദിവസം കുറച്ച് അവർ മെഷീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആകും. അടുത്ത ദിവസം മുതൽ നമുക്കൊരു അരമണിക്കൂർ മാക്സിമം ഒരു 3/4 മണിക്കൂറിനകത്ത് തിരിച്ച് വരാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു ഇമ്മ്യൂണോതെറാപ്പി ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാക്കറ്റിലാണ് വരുന്നത്, ഫ്ലൂയിഡ് ബോട്ടിലല്ല. അപ്പോൾ ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ്, മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കീമോയും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നതിൻ്റെ അന്ന് നമ്മുടെ വീട്ടിനടുത്തുള്ള പള്ളിയിൽ കരോളായിരുന്നു. അപ്പോൾ നമ്മൾ വന്നതറിഞ്ഞിട്ട് അച്ഛനും കരോൾ ഗ്രൂപ്പ് എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കരോളൊക്കെ ഇങ്ങനെ അടുത്ത് കാണുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ഇവിടെ എല്ലാ വർഷവും കരോൾ വരുന്നതാണ്. അപ്പോൾ ഈ വർഷം അതിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ക്രിബിൽ ജീസസിനെ ഇങ്ങനെ കിടത്തി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മോൾക്ക് സ്കൂളിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ ആകുമ്പോൾ അച്ഛൻ കൊണ്ടാക്കും. ഇവിടെ മോളെ സ്കൂൾ ബസ്സിലാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ വന്നൊരു 3ാമത്തെ ദിവസം കാർത്തികയായിരുന്നു. കാർത്തിക വിളക്കൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ വീട്ടിൽ ചുറ്റും ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വിദ്യ ഒരു ക്രിസ്മസ് ട്രീയും അതിൻ്റെ ലൈറ്റും ഡെക്കറേഷനൊക്കെ നന്നായിട്ട് ഭംഗിയിൽ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആരാധ്യ മോള് ഡിസംബർ 4-നാണ് ജനിച്ചത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ് ഈ ട്രീയും അതിൻ്റെ ഈ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ. അപ്പോൾ അവൾക്കും നല്ലൊരു രസമായിരുന്നു ഇത് കണ്ടിരിക്കാനും. ഇതിൻ്റെ ഈ ബോളും ക്രിസ്മസ് പാപ്പയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും ഒക്കെ ആയിട്ട് ലൈറ്റ് പിടിക്കാനൊക്കെ ആൾ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. അപ്പോൾ മോളുടെ വീട്ടിലെ പേര് തുമ്പി എന്നാണ്. അപ്പോൾ തുമ്പിയുടെ ഷേപ്പിലാണ് ഇതിലെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നത് ശ്രേഷ്ഠയുടെ സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ടിന് ഇതുപോലെ ഒരു സ്നോമാനെയാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിയത്. അപ്പോൾ അവൾക്കും അതുപോലെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ വാങ്ങി കൊടുത്തതാണത്. അങ്ങനെ ഇവിടെ അച്ചാമ്മയും കുഞ്ഞുമായിട്ട് ലൈറ്റൊക്കെ കണ്ടുകൊണ്ടായിട്ട് ഇരിക്കുകയാണ്. ശ്രേഷ്ഠ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് കളിച്ചുകൊണ്ട് നടക്കുന്നു. ഞങ്ങളുടെ വീടിന് ഓപ്പോസിറ്റായിട്ട് ഒരു കുരിശടിയുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ, പള്ളിയിലുള്ള ആൾക്കാരൊക്കെ കൂടെ ചേർന്നിട്ടൊക്കെ ഒരു പുൽക്കൂടും ലൈറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മയും വിദ്യയും പിള്ളേരും ഒക്കെ ആയിട്ട് അതൊന്ന് കാണാൻ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തവണ എന്തോ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നെയാണ് ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ കാണുന്നതാണ് കുരിശടി. അവിടെയാണ് ലൈറ്റും ലൈറ്റ് സെറ്റിങ്ങും നമ്മുടെ ഈ പുൽക്കൂടും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാത്രിയായത് കാരണം വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്മസിനെ പ്രമാണിച്ച് പള്ളിയിൽ പ്രാർത്ഥനയ്ക്കൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീടുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റും സ്റ്റാറും ഒക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ വലിയൊരു സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുരിശടിയിലൊക്കെ നമ്മളിപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ ഇപ്പോൾ എക്സാമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ കുരിശടിയിൽ പോയി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വണ്ടി പോകുന്നത് പള്ളിയിലോട്ടാണ്. അപ്പോൾ അവിടെയും കുറച്ച് സ്റ്റാറും ലൈറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറുണ്ട്. ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു അരുവി സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ ഈ പുൽക്കൂട് കാണാനായിട്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് പുൽക്കൂട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ കണക്കിന് ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പിലൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ ഇവിടെ ഇരുത്തി നിർത്തിയൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു.
ഇവിടെയുള്ള രൂപങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്നതിനേക്കാളും വലിപ്പത്തിലുള്ള രൂപങ്ങളാണ്. ക്രിസ്മസിന് കട്ട് ചെയ്യാനായിട്ട് അമ്മ ഒരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് അമ്മ ഉണ്ടാക്കിയ കേക്ക്. ഇത് അമ്മയുടെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. അമ്മ മുന്നേ ഏകദേശം ഒരു 1-2 വർഷം മുന്നേ ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഫുൾ സൂപ്പർവിഷനിൽ അമ്മ ഉണ്ടാക്കിയ കേക്കാണിത്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, മുട്ട പുഴുങ്ങിയത്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ, പപ്പടം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല വിഭവസമൃദ്ധമായി ബിരിയാണി കഴിച്ചു. പിന്നീട് കുട്ടികളെയൊക്കെ നിർത്തി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പാരാതിക്ക് കേക്കൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം, ആളിങ്ങനെ കയറി പിടിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ 3 പേരായിട്ട് ചേർന്ന് അവരിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഹായ്, മെരി ക്രിസ്മസ്. പാടായൊന്നുമില്ല ശ്രേഷ്ഠ. അയ്യോ മുറിച്ച് വാവയ്ക്ക് ഒരല്പം പീസ് വായിൽ വെച്ച് കൊടുക്ക്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രേഷ്ഠയ്ക്ക് ഇത് കട്ട് ചെയ്യാനും കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കേക്കിനെക്കാളും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് വലത് കൈ വെച്ചിട്ട് വാവയ്ക്ക് താന്ന് വാവയ്ക്ക് വായിൽ വെച്ചോട്. കേക്ക് ഹായ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.